It looks like very pretty and very cute. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ അതിനുകൂടനെ എണീറ്റിട്ട് അവിടെ അല്ലൂസിനെ അച്ഛനെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ അല്ലൂനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എണീറ്റേട്ടാ. അപ്പോൾ എൻ്റെ ഒപ്പം അതിനെക്കൂട്ടനും എണീറ്റിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തേക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ, വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഉച്ചയ്ക്ക് എന്താ നോക്കിയിട്ട് സദ്യ ഒന്നുമില്ല, നോർമലായിട്ടുള്ള ഫുഡും. പിന്നെ വൈകിട്ട് എല്ലാവരും കൂടെയും കൂട്ടിയിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കേക്ക് കെട്ടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പറയായിരുന്നു എത്ര പെട്ടെന്നാണ് കൊല്ലങ്ങളൊക്കെ പോണത്. ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെ ഉണ്ട്. പിള്ളേർ ഇപ്പം ഇപ്പം തന്നെ ഉണ്ടായ പോലെ ഉണ്ട്. അതങ്ങനെ വിജയകരമായ ഒരു 5 വർഷം വീണ്ടും പൂർത്തിയാക്കി. ഇനിയും കുറേ വർഷങ്ങൾ ഇതേപോലെ കേക്ക് മുറിച്ച് ആഘോഷിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവണേന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോൾ അതേ നല്ല ഉറക്കാട്ടെ അവിടെ. ഇയാൾ കാലത്ത് തന്നെ എണീച്ചിട്ട് അച്ഛൻ്റെ ഫോൺ എടുത്തിട്ട് പാട്ട് കാണുകയാണ്, അഭിനയിച്ചാണ്. അച്ഛൻ്റെ മോനൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കുളിച്ചിട്ട് അതിനെ കുളിപ്പിക്കാൻ നോക്കട്ടെ. അല്ലൂസ് നല്ല ഉറക്കത്തിലാണ്. ഏറ്റവും ലാസ്റ്റ് അവനെ കുളിപ്പിക്കാം. ഇന്നലെ രാത്രി ഇവർക്ക് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലൂസ് ഉറങ്ങണമെങ്കിൽ ഏകദേശം 1 മണിയോളം ആവും. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ ഉറങ്ങിയാലും അതിൻ്റെ ഇടയിൽ കുറേ പ്രാവശ്യമൊക്കെ എണീക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ഉറക്കം ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ആകെ താറുമാറലാണ്. അതുകൊണ്ട് രാവിലെ ഒക്കെ കണ്ണ് പൊന്തേയില്ല. അപ്പോൾ നീൽച്ചേട്ടനാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി വിളിച്ചു കേട്ടാ. നല്ലൊരു നോക്കിട്ടാ. നന്നു അമ്മയുടെ അച്ഛന് നല്ല ശരി. താങ്ക് യു പറയും. താങ്ക് യു അച്ഛമ്മ. ഇപ്പോൾ സമയം 7:45. ഇനിയിപ്പോൾ ഇവരെയൊക്കെ കുളിപ്പിച്ച് ഇനിയിപ്പോൾ എപ്പോൾ ഇറങ്ങാൻ ദൈവത്തിനറിയാം. 9 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ കുടുംബക്ഷേത്രം അടയ്ക്കൂട്ടോ പണിക്കാട്ടില്ല. അതിന് മുന്നേ അവിടെ എത്താൻ നോക്കണം. അങ്ങനെ ഷടപ്പടേന്ന് വേഗം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അമ്മായിയും കൂടെ പോരുന്നുണ്ട്. അമ്മായി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അല്ലുക്കുട്ടൻ എന്തോ ഭാഗ്യത്തിന് അമ്മായിരെ കൂടി ഇരിക്കുന്നുണ്ട്. വാശി പിടിച്ചിരുന്നു ഫ്രണ്ടിലേക്ക് വരാനായിട്ട്. പക്ഷെ മൂപ്പർക്ക് എന്തോ ഒരു നല്ല മനസ്സ് തോന്നിയിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അമ്പലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരുണ്ടെന്ന് തിരക്കുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കുറച്ച് ലേറ്റ് ആയത്. മാസപൂജയൊക്കെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ നോക്കി വരായിരുന്നു. അമ്പലം അടച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ കഷ്ടമാവൂലേ, നമ്മൾ ഈ ദിവസം വന്ന് മുടങ്ങി പോകേണ്ടി വരില്ല എന്നൊക്കെ വിചാരിച്ചു. പാൽപ്പായസം കിട്ടി. ഏത് പായസം നമ്മളെന്നെ തരും. ഞങ്ങളങ്ങനെ നന്നായിട്ട് തൊഴുതുട്ടാ. അതേപോലെ തന്നെ എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു. പിന്നെ ഇവർക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കണുണ്ട്. കാരണം കാലത്ത് പാല് മാത്രം കൊടുത്തിട്ട് ഞങ്ങൾ പോന്നിരുന്നുള്ളൂ. അതുകൊണ്ട് പാൽപ്പായസം കിട്ടിയത് 2 പേരും അത്യാവശ്യം ഒരു 1/2 ഗ്ലാസ്സൊക്കെ കുടിച്ചിട്ടുണ്ട്. പാൽപ്പായസം കിട്ടിയെന്ന് 2 പേർക്ക് ഞാൻ ഒന്നും കൊടുക്കാണ്ടായിട്ട് കൊടുത്തിരുന്നത്. പാല് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2 പേർക്ക് നന്നായി വയറ് കത്തി. അപ്പം അസൽ പാൽപ്പായസം അമ്പൽപ്പായസം അങ്ങോട്ട് കുടിച്ചു. എല്ലാവരും അല്ല നമ്മളിപ്പോ പിടിക്കാതിരിക്കണെന്ന് അറിയാലോ സേ. നമ്മള് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. ചായ കുടിക്കാൻ ഇറങ്ങണം. ബാലു ഇറങ്ങാം, നമുക്ക് ചായ കുടിക്കാൻ. ഞാൻ കുടിക്കാൻ ഇറങ്ങാം. ചായ കുടിക്കാൻ ഇറങ്ങാം നമുക്ക്. ഞങ്ങളിത് ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോയി വന്നിട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഒരു മസാല ദോശ കഴിക്കണം അല്ല മായി. നമ്മളെ പെസമ്പുരത്തുള്ള ആര്യാസിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും അവിടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറിയിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഞങ്ങൾ 2 പേരും 2 മസാല ദോശ പറഞ്ഞു. അമ്മായിക്കാണെങ്കിൽ നെയ് റോസ്റ്റ് പറഞ്ഞു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ സമയത്ത്. ഇവിടെ എന്തായാലും നല്ല തിരക്കായിരിക്കും.
അങ്ങനെ ദോശ പാപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഒരു ഓണസ്റ്റായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പൈസയ്ക്ക് അനുസരിച്ചുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല. ഭയങ്കര കുഞ്ഞി ദോശകളൊക്കെ ആയിരുന്നു കേട്ടോ. അത് സാധാരണ നമ്മൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാറുള്ളവരായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഭയങ്കര സൈസ് ഭയങ്കര കുറവായിരുന്നു. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ അവരോട് പറയാമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ട, അത് വിട്ട് കളഞ്ഞു. അങ്ങനെ ഇവർക്കും കുറച്ച് ശേഷം അതിൽ നിന്നൊക്കെ കൊടുത്തു. അല്ലുകുട്ടനാണെങ്കിൽ അവിടെ പോരണ്ട, അവിടെ ഇരുന്ന് ഫോൺ കാണുന്ന വാശിയാണ്. തിരിച്ച് നമ്മളതേ വീട്ടിലെത്തിയിട്ടുണ്ട്. 2 ചെക്കന്മാരും കുഞ്ഞോറൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. അവിടുന്ന് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ടാ ഒന്ന് ഉച്ചയ്ക്ക് വലിയ സ്പെഷ്യലുകളൊന്നുമില്ല. വൈകിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ, മഴയൊന്നും ഇല്ലെങ്കിൽ. ജ്യൂസ് അടിക്കുമ്പോൾ വെഡിങ് ഡേ സ്പെഷ്യൽ ജ്യൂസാണ് എനിക്ക്. വെഡിങ് ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ മാവുന്ന് പൊടിച്ചുള്ള ജ്യൂസിൽ ഇപ്രാവശ്യം നമ്മുടെ ഈ മാവുമ്മ ഇഷ്ടംപോലെ മാങ്ങകൾ ഉണ്ടായി. കുറേ പേർക്ക് കൊടുത്തു. ഇപ്പോഴും കുറച്ച് ഏകദേശം തീരാറായി തുടങ്ങിയില്ല മാങ്ങ. കഴിഞ്ഞു എന്ന് അറിയാം, പക്ഷെ എന്നാലും നന്നായി സഹകരിച്ചു അല്ലേ. അപ്പൊ ഈ വെള്ളം ഉണ്ടല്ലോടാ, പിന്നെ ചേർത്തില്ല. എന്റെ പൊന്നു മോനെ, എന്തിനാ തല്ലൂന്നത്? നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നു, പിള്ളേരൊക്കെ ഉറക്കി. നല്ല വെയിലുണ്ട് അഞ്ചു. ഇന്നലെ ഞാൻ വിചാരിച്ചു ഇന്നലെ മഴക്കാലം തുടങ്ങി, ഇന്നലെ കൊണ്ട് പറഞ്ഞോളൂ അല്ലേ, മഴക്കാലം തുടങ്ങി. ഒരു മഴ പെയ്തപ്പോഴേക്കും ഭയങ്കര ഇരുട്ടൊക്കെ ആയിരുന്നു. മഴയാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അതേ പണ്ട്, പക്ഷെ നല്ല നല്ല തണവ് രാവിലെയൊക്കെ നല്ല തണവന്നെ, ഇന്ന് രാവിലെയൊക്കെ തണവുണ്ടായിരുന്നു. നല്ല സുഖത്തില് കുറെ നാൾക്ക് ശേഷം ഒന്ന് ഉറങ്ങാൻ പറ്റിയത്. ചേച്ചി ഇന്നലെ വെഡിങ് ആനിവേഴ്സറിയാണ്. ചേച്ചിന് വിഷയം ഞാൻ വിഷ് ചെയ്തല്ലേ, ഞാൻ മറന്നേടി. ഇവര് കേട്ടില്ലല്ലോ അഞ്ചു. താങ്ക് യു സോ മച്ച്. 12 മണിക്ക് വിഷ് എവിടെ തരണ്ടോ നോക്കൂ. പറയൂ. അപ്പൊ ഞങ്ങള് ഈ സമയത്തോടെ എത്തിച്ചേർന്നിരിക്കുന്നു അല്ലെ. 1 മണിയൊക്കെ ആയപ്പോ ഈ സമയത്ത് എത്തിയിട്ടില്ല. 1 മണിക്ക് എത്തിയാ 2 മണിക്ക് എങ്ങാണ്ടാന്നുണ്ടല്ലോ വന്ന് കയറേണ്ടത്. 1 മണിക്കൊന്നും എത്തിയിട്ടില്ല. അപ്പൊ നീ ആദ്യം പോകുന്നില്ല നിങ്ങളുടെ കൂടെ വന്നത്. ഫ്രണ്ട് സീറ്റിൽ ഇത് വന്നതല്ലേ, പെൻസിൽ ഫ്രണ്ട് സീറ്റിൽ ചേച്ചിയായിരുന്നു. ചേട്ടത്തെ ഞങ്ങക്ക് ഗുരുവായൂർ കൂട്ടിയിരുന്നത്. ചേട്ടത്തിയും പിന്നെ എന്റെ അത് ഞാൻ 3 മാസം ഗർഭിണി. ഇവര് ഭയങ്കര ഷൂട്ട്. അപ്പൊ എന്റെ കയ്യില് പൂമാലയുണ്ട്, ഷർട്ട്, ഇവർ 2 പേരുടെ പൂമാല. ഞാനിങ്ങനെ ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പൊ പുതിയൊരു കവാടല്ല സ്റ്റേജ് വന്നിട്ടുണ്ട്. മറ്റേ എന്താ പറയാ പന്തല്. അതന്നെ പന്തല് പുതിയത് വന്നത്, സംഭാരൊക്കെ കൊടുക്കണത്. അതന്നെ. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ടിക്ടോക്കില് സജീവമായിരുന്നു. അപ്പൊ ക്യൂ നിൽക്കുന്ന കുറെ ആൾക്കാരൊക്കെ 5ാമത്തെ ആനിവേഴ്സറിക്ക് 5 തവണ ചേച്ചി പറഞ്ഞേട്ടാ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ അയ്യൊക്കെ പറഞ്ഞു. അപ്പൊ ചേച്ചി ഇങ്ങനെ ചിരിച്ചു. ഇവരെ മൂടുന്നാക്കി നടന്നിരുന്നത്. അത് ചേട്ടൻ ഉണ്ടായിരുന്നില്ലല്ലേടാ? ചേട്ടൻ ഉണ്ടായിരുന്ന? ഇരിക്കാൻ ചേട്ടൻ ഉണ്ടായില്ല. ചേട്ടൻ അപ്പ എവിടേക്കോ പോയി. ഇല്ല, നീ ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കാനൊക്കെ ഒരുമിച്ചല്ലേ പോയത്? അല്ല, കൂടെ നീ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ വല്യമ്മ മാമ ഉണ്ടായിരുന്നു. വല്യമ്മ മാമ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇത് എത്ര നേരം അവിടെ എങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞില്ല. അയാളുണ്ട്. പക്ഷെ കൊറേ സമയം ഉണ്ടായിരുന്നു. ഞാനും ഏട്ടനായിരുന്നു ഉണ്ടായിരുന്നു. അത് ഞങ്ങള് സെപ്പറേറ്റ് അല്ല, അവര് വേറെ വണ്ടിക്ക് നമ്മൾ ഒരുമിച്ചാവുന്നിരുന്നു. ഞാനും മാമയും വല്യമ്മ ഒരു വണ്ടിക്ക്, നിങ്ങൾ സെപ്പറേറ്റ് വേറെ വണ്ടിക്കാ പോയിരുന്നു. അങ്ങനെ പോയിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ നല്ല എന്താ 3 വർഷം കഴിഞ്ഞ എന്റെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി. എന്നോട് എന്റെ കൂട്ടുകാര് ചോദിക്കുക, ആദ്യം ചോദിക്കുക, ഇത് 5 വർഷമായില്ലേ? ഞാൻ 5 വർഷമായിടി. ഈശ്വര, വയസ്സായി തുടങ്ങി അഞ്ചു. ഇനി എന്താ വലിയ സിന്ദൂരം തുടരുത്, സിന്ദൂരമേ തുടരുത്. അതെ, ഞങ്ങളുടെ വീടിലും വയസ്സായി. പക്ഷെ ഞങ്ങൾക്ക് റെസ്റ്റ് ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ കഴിയുള്ളൂ.
പിന്നെ ഉച്ചയ്ക്ക് പതിവ് പോലെ തന്നെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ കറിയും അതേപോലെ തന്നെ ചീരക്കറി മീൻ വറുത്തൊക്കെയാണുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ നിഖിൽ ചേട്ടൻ നേരത്തെ അടിച്ചു വെച്ച ജ്യൂസ് ഞങ്ങൾക്ക് പാവം സഹധർമ്മിണികൾക്കും ചേട്ടത്തേക്കും കൊണ്ട് തന്നപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം. ആ സമയത്ത് അത് നനയ്ക്കാതെ നേരം വന്ന് കിട്ടിയപ്പോൾ അപ്പം ഞാൻ എൻ്റെ എന്താ പറയുക എപ്പോഴുള്ള യുദ്ധത്തിലാണ്. അത് ആദ്യം മല്ലുവിന് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അയിനൂന് കൊടുക്കണം. ഇവരെന്നാണാവും മര്യാദയ്ക്ക് അമ്മയെ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടൊന്ന് വായ തുറന്ന് വരാൻ. ആ നാളുകൾക്ക് ഞാൻ കൊതിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ നിഖിൽ ചേട്ടൻ കേക്ക് വാങ്ങിക്കാൻ പോയ വീഡിയോ കേട്ടോ. അതൊരു ക്ലിപ്പ് എടുത്ത് വെച്ചാണ്. അപ്പോൾ നവ്യയിൽ കയറിയിട്ടായിരുന്നു നിഖിൽ ചേട്ടൻ കേക്ക് വാങ്ങിച്ചത്. എന്താ ചോക്കോനട്ടോ അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു കേക്കാണ് വാങ്ങിച്ചത്. പ്രാവശ്യം ഞങ്ങൾ നോട്ടി ബബിൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെയൊക്കെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുക. ചോക്ലേറ്റിൻ്റെ ഒന്നും വാങ്ങിക്കാറില്ല, ഒരു ഫ്ലേവറേ വാങ്ങിക്കുക. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഇപ്രാവശ്യം അത് വാങ്ങിക്കാം. എനിക്ക് അഞ്ചുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ. അമ്മയ്ക്ക് അത്ര താല്പര്യമില്ല കേട്ടോ ഈ ചോക്ലേറ്റിൻ്റെ. അപ്പോൾ ഒരു നല്ലൊരു ഇത് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നിഖിൽ ചേട്ടൻ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാകുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിന് മുകളിൽ ഫുള്ള് ഇങ്ങനെ എന്താ പറയുക അണ്ടിപ്പരിപ്പ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നിഖിൽ ചേട്ടൻ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ ആനിവേഴ്സറി ആയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കണ്ടേ ചേട്ടാ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. അപ്പോൾ നിഖിൽ ചേട്ടൻ ചീരയും മീൻ കൂട്ടാനും പിന്നെ ചെമ്മീൻ റോസ്റ്റും പപ്പടമൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് വലിയൊരു വായൻ്റെ വായിലോട്ട് ഉരുളൻ്റെ വായിലോട്ട് തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വാരി തരുമ്പോൾ ഇങ്ങനെയാട്ടോ. അതായത് ഒരു എന്താ പറയുക നമ്മൾ കഴിക്കുന്ന ഒരു 5 പിടി ചോറ് ഇവർ 1 പിടി ചോറായിട്ട് വായിലേക്ക് പോവും. അതുകൊണ്ട് എനിക്ക് ഇവർ വാരി തരുമ്പോൾ ഞാൻ മിക്ക ദിവസം പറയാറുണ്ട് അയ്യോ എനിക്ക് വേണ്ടേ, എനിക്കാണെങ്കിൽ പതുക്കെ ആസ്വദിച്ചൊക്കെ വേണം തിന്നാനായിട്ട്. മിക്ക ദിവസങ്ങളിൽ അച്ഛൻ വിളിക്കും മോളെ വരത്തരട്ടെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറയും എനിക്ക് മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് തിന്നാനാണ് ഇഷ്ടം. അപ്പം ഞാൻ അച്ഛനോട് പറയും എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് തിന്നോണ്ട് അച്ഛന്ന് പറയും. പക്ഷെ അച്ഛൻ എല്ലാ ദിവസം പറയും വരത്തരട്ടെ. അച്ഛനാണെങ്കിൽ എല്ലാ കൂട്ടാനൊക്കെ കൂടി മിക്സ് ചെയ്ത് പപ്പടം കുഴച്ച് എന്താ പറയുക നല്ല വലിയൊരു പിടി. ഇന്ന് വെച്ചാൽ എനിക്ക് കുഞ്ഞിപ്പിടിയായിട്ട് വെച്ചത്. കാരണം വീഡിയോ എടുക്കണോണ്ട് അച്ഛൻ വളരെ ചെറിയൊരു പിടിയാണ് വെച്ചത്. പിന്നെ എന്നിട്ടാ അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം ബാക്കിയുള്ളവരൊക്കെ ചേച്ചിയും അമ്മയൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹേ ഗൈസ്, അപ്പോൾ അതേ സമയം ഇപ്പോൾ 7:45 ഇതിനിടയിലുള്ള കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തില്ല, നിങ്ങൾക്ക് ബോറടിക്കുന്നു വിചാരിച്ചിട്ട്. അപ്പോൾ അതേ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്കൊക്കെ എടുത്ത് വെക്കണം, ഇനി ടേബിളൊക്കെ തുടയ്ക്കണം. ഒരു 6:30 തുടങ്ങിയിട്ട് പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പുറത്ത് പോണ പരിപാടി ഞങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. മഴ പെയ്താൽ എങ്ങനെ പോവും, കാരണം ഒരു കൂട്ടുകാർക്ക് എന്തായാലും വണ്ടി എടുക്കേണ്ടി വരും. എന്നാലും പക്ഷെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്ത് നിൽക്കുകയാണ് മഴ തോർന്നെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റ് ആയില്ലേ, പുറത്ത് മഴയും പെയ്യുന്നുണ്ട്. അപ്പം ഇനി പുറത്ത് പോണ കാര്യം ഡൗട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങൾ എന്തായാലും പോകും. ഞങ്ങൾ ഇത്രയും മേക്കപ്പ് ഒക്കെ ചെയ്ത് നിൽക്കണ്ടല്ലേ, എല്ലാവരും റെഡിയാണ്. അതെ അമ്മ സാരി എടുക്കാൻ പോയിട്ടാണ്, പിള്ളേരെല്ലാവരും റെഡിയാണ്. ശരിയമ്മ എടുക്കാവാ അമ്മായി ഉണ്ടെന്ന്. അപ്പൊ അമ്മായി എന്തേ സാരി കൊടുത്തിട്ട് സുന്ദരിയായി നിൽക്കുന്നുണ്ട്. എന്തിട്ടാ നോക്കണത്? പാർക്കുട്ടിയുടെ ഫേവറേറ്റ് ഡ്രസ്സാലത് നമ്മൾ കാണിച്ചു തുപ്പിടില്ലേ അയിനോ ഓ എന്ത് പൊന്നോ പോണത്. ഓ അടിപൊളി നല്ല പറഞ്ഞു. ഓ മഴ തെളിച്ചിടാ സാധാരണ കേക്ക് മേടിക്കുന്നതിൽ നിന്നും ഇപ്രാവശ്യം നമ്മൾ കേക്ക് മേടിക്കുന്ന സ്ഥലം മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് കൊടുങ്ങല്ലൂർ പുതിയ ബാഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നവ്യയുടെ കേക്ക് അടിപൊളിയാണ്, ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. കേക്ക് നയിച്ച് കാണിച്ചു കേക്കിനെ പോലെ തന്നെ ആക്ച്വലി പ്രിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഭക്ഷണങ്ങളെ അല്ല.
ഇവിടെ പരിപാടിയുടെ കമ്മുണ്ടാ And I'm so excited to cut this cake, to taste this cake. So, welcome my brother and sister. ആക്ച്വലി ഇത് ഞങ്ങളുടെ അല്ലേ നമ്മുടെ അല്ലേ Yes, we celebrate. Oh, yeah. റെഡിയാണോ? ഞങ്ങൾ ആ കേക്ക് കൊണ്ട് വെച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതായിട്ടായിരുന്നു. നിറച്ചണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെതറിട്ടിരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് പറക്കി തിന്നാൻ വേണ്ടിയിട്ട്. ചേച്ചി അനിയത്തിയും കൂടി നല്ല തീറ്റയിലാണ്. പക്ഷേ കേക്ക് സൈഡിൽ നിന്ന് ചെറുതായി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി കേക്ക്, നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഹാപ്പി ആനിവേഴ്സറി ഞങ്ങൾക്ക് തന്നെ അങ്ങനെ ഞങ്ങൾ വിജയകരമായി ആ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ 5ാം വർഷം ഞങ്ങൾ കഴിച്ചു. 6ാം വർഷത്തിലേക്ക് ഞങ്ങൾ കടന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ അവിടെ അമ്മയ്ക്കൊന്നും വരാൻ പറ്റില്ലായിരുന്നു. സിജിയും കണ്ണനൊക്കെ എന്തായിരുന്നു ജോലിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ നമ്മളും പിന്നെ വേറെ ആരെയും വിളിച്ചില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ കൊല്ലത്തെയും പോലെ ഗിഫ്റ്റുകൾ പരസ്പരം കൈമാറാൻ പോവാണ് കേട്ടോ. ഞാൻ ഈ മേടിച്ചിരിക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ ഗസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ടവിടെ പറഞ്ഞിട്ട് നമ്മളെ പിച്ചല്ലാതെ എമോഷണൽ ചെല്ലി കൊടുത്തിട്ടാണോ? നിന്റെ പിന്നാലെ സോറി ഇടാ. ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാനപ്പോൾ നിഖിൽ ചേട്ടന് ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു എയർപോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു OnePlusന്റെ. പിന്നെ 2 ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബാഗ് നിറയെ സമ്മാനങ്ങളുമായി കീത്തു തന്റെ 5 എടാ അല്ലാതെ തന്റെ 5ാമത്തെ വാർഷികത്തിൽ തന്റെ പ്രാണനാഥൻ ഒരു ബാഗ് നിറയെ സമ്മാനങ്ങളുമായി കീത്തു രംഗത്തേക്ക്. ഇനിയുണ്ടാ ലെപ്പമ്മ ഒരെണ്ണല്ലേ 2 പ്ലീസ് ചാച്ചാ, എന്തിനാ ചാച്ചാ ഒരെണ്ണം അച്ഛൻ കൊടുക്കുക ചാച്ചാ. ഇത് അപ്പൊ ഗേസ് 2 ഷർട്ടിനുണ്ട്. യെസ് എനിക്ക് മൂത്രത്തിൽ പഴുപ്പില്ലാത്തതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇതിനാണ് മുതലിരിക്കുന്നത്. വെറൈറ്റി സാധനങ്ങൾ ഇതിനകത്ത് ഇരിക്കുള്ളൂ. കൊറിയറാണെന്ന് ഇതൊക്കെ ഇവിടെ വന്നു സ്മാർട്ട് വാച്ച്.
ബാക്കിയോ സോ മച്ച് ഇത്രയും നല്ല സാധനം എനിക്ക് മേടിച്ചത്. ഞാൻ വീട്ടിൽ ഡ്രസ് സോറി ഗിഫ്റ്റ് എടുത്തുണ്ടല്ലേ. അല്ല ഞാൻ വരണോ പുറകെ കൂടെ? ഇല്ല അച്ഛൻ പറയാ നീ കൊണ്ടുവരണ്ടാ. പക്ഷെ ഞാൻ പറഞ്ഞ രണ്ടെണ്ണം ഉണ്ടായി. അവരോട് പറഞ്ഞത് ഷർട്ട് കൊണ്ടുണ്ടാവില്ലേ? കവറില്ലാതെ കവറിൽ കൊടുക്കാൻ കാശുണ്ട്. പതുക്കെ അതിനുള്ളിൽ സാധനം കവറിൽ നിക്ക് പറയാ എന്തോ അച്ഛൻ പറയ നോക്കി കേട്ടാ എന്തോ ഉമ്മ അപ്പോൾ നീൽ ചേട്ടൻ വാങ്ങിച്ചെന്നത് കൈച്ചേനായിരുന്നു, പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് 1-2 ഡ്രസ്സുകളും. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ വേറെ എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്, പക്ഷെ ഇത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ വയ്ക്കും ചുറ്റിടാനല്ലേ. ഹാപ്പി രണ്ടുപേരും കൂടി കൊടുക്കണേ മാറു. ചാച്ചനും കൊടുക്കണം, മേമയ്ക്കും കൊടുക്കണേ. ചാച്ചനുണ്ടെന്നോടാ താങ്ക് യു സോ മച്ച് പാവക്കുട്ട. വളരെ വളരെ സന്തോഷം ചാച്ചിക്ക്. കുഴപ്പമില്ല, ബില്ലും ഡ്രൈവ് ആക്കും. എന്തിട്ടാണത്? അവരങ്ങനെ ആയിരിക്കും അറിയാൻ എനിക്ക്. ഇത് ഞങ്ങള് ഇപ്രാവശ്യത്തോടെ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇതിപ്പോ എന്തായാലും അച്ഛനും ഇടാൻ പറ്റും എനിക്ക് തോന്നുന്നു. ഈ കളർ ഇഷ്ടം എനിക്ക്. ഈ കളർ കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ ഈ പുള്ളി സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് വേറെ പല്ലേ കേരളത്തിൽ മാത്രം പാറു തന്നത്. ഞാൻ ഇത് കഴിഞ്ഞ ദിവസമല്ലടാ കല്യാണത്തിന് പുതിയൊരു ചുരിദാർ വേയിക്കടാ. നമുക്ക് പോവാം. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ലക്ഷ്മിക്കുട്ടിനെ ആദ്യം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ അതിഗംഭീര ബഹുലകുലഹമായി എൻ്റെ ആനിവേഴ്സറി കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറാണ്. ഒരു കൂട്ടുകാർ വണ്ടി എടുക്കുന്നുണ്ട്, 2 വീലർ. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ അധികം ഉള്ളതുകൊണ്ട് കാറിൽ ഇപ്പോൾ എല്ലാവരെയും കൊള്ളൂല. എന്തായാലും ഒരു 2 വീലറൊക്കെ എടുക്കേണ്ടി വരും എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ. അപ്പോൾ അതേ നമ്മൾ ആദുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദുവിനെ ഉണ്ണീനെയും പിക്ക് ചെയ്യണം. അവിടെ ചെന്നപ്പോൾ ഉണ്ണിയും മൂത്രമൊഴിച്ചിട്ട് അവൾ വീണ്ടും ഒരു ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.
ഇപ്പം നമ്മൾ പോണത് ഇവിടെ കല്ലുമക്കായലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവരെ വെഡിങ് അനുസരിക്കും ചേച്ചിയും ചേട്ടൻ്റെ വെഡിങ് അനുസരിക്കും പോയത് അവിടെ തന്നെയാണ്. എല്ലാവരും വെഡിങ് അനുസരിക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനൊക്കെ എപ്പോൾ തോന്നുന്നു അപ്പോഴും അങ്ങോട്ട് തന്നെയാണ് പോവാറ്. കാരണം അവിടുത്തെ ഫുഡ് നല്ലതാണ്. ഫ്രൈഡ് റൈസ് ഇഷ്ട ഫ്രൈഡ് റൈസ് നിന്റെ കൂട്ടുകാരിയാണോ അതിന് സെറ്റായി നിന്റെ കൂട്ടുകാരിയാണോ കുട്ടി നമ്മളെ എത്തിയിട്ടുണ്ട് കേട്ടോ രശ്മിക്കുട്ടി നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ എത്തി കാശുകുട്ട നമ്മളെത്തി അല്ലോ നമ്മളെത്തിയിട്ടല്ലോ നന്നു നമ്മളെത്തി അയ്യോ എത്തി. നമ്മളുടെ കല്ലുമക്കായയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ കുറച്ച് മഴ പെയ്തുള്ളൂ, പക്ഷേ എനിക്ക് അപ്പുറത്തും വെള്ളക്കെട്ട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് ഇറക്കിയിടാന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി ചേട്ടൻ എന്താ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തുട്ടാ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് മിക്കത് ഞങ്ങൾ പൊറോട്ട ആയിരിക്കും, ഫ്രൈഡ് റൈസ് ആയിരിക്കും, അൽഫാം ആയിരിക്കും. ഇത് തന്നെയാണ് എന്നും കഴിക്കുക. എനിക്കിവിടുത്തെ ബീഫൊക്കെ ഇഷ്ടമാണ്, ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്. എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങളെല്ലാവരും സീറ്റിലിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ പിള്ളേരാണെങ്കിൽ നല്ല വൈപ്പിലാണ്, ഉറങ്ങേണ്ട ഒന്നും കാണുന്നില്ല. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് കുറുക്ക് കുടിച്ചോട്ടെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിക്കുന്ന ഒരു വിശ്വാസത്തിലിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ എന്താണ് കഴിച്ച് ഞങ്ങളിപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചില്ലി ബീഫ് എത്തിയിട്ടുണ്ട്, അൽഫാം എത്തിയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കഴിക്കണമെന്ന് ഇങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷേ എങ്കിലും അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റില്ല ഗൈസ്. കുറച്ച് കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് വയറ് നിറയും. പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ലൈമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കാശിക്കുട്ടനെ വാരി കൊടുക്കാൻ പോവാണ്. ഇപ്രാവശ്യം കാശിക്കുട്ടൻ എൻ്റെ കയ്യിലാണുള്ളത്. ഭക്ഷണക്കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഞാനും അച്ഛനൊക്കെ എണീറ്റ് കൈ കഴുകി ഓരോരുത്തരായിട്ട് എടുത്ത് വാങ്ങിച്ചു പിടിച്ചു. ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതേ പുറത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ജ്യൂസ് കുടിക്കുന്നത്, തൊട്ടപ്പുറത്ത് തന്നെയായിട്ട്. ഫുഡ് അടിക്കാൻ പറ്റില്ല, വയറിഞ്ഞില്ല എന്നല്ല. അപ്പോൾ ഗൈസ് എല്ലാതും വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ പോകാൻ കേട്ടോ. അപ്പോൾ ആദ്യമേയാണെങ്കിൽ പിള്ളേർക്ക് മിഠായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തല്ലൂട്ടത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഏർപ്പെടുത്താം. അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ ഇതേപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതായിരിക്കും ഗൈസ്. ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു. അപ്പോൾ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.